ദൂതനായിരിക്കുന്ന നാരായണ ദേവസ്വരെ പൂജ്യപാദങ്ങളെ അനുസ്കരിച്ചുകൊണ്ട് രണ്ടു വാക്ക് പറയും. ആരാധിനം വിവിധമർത്യഗണൈരുദാരം പാരംഭിഷക്വരം അനന്തഗുണൈ സഭേദം കാരുണ്യപൂർണഹൃദയം പ്രഥിതാസ്തവൈദ്യം നാരായണഗുരും സതതം നമാമി. അത് കൂടുതല. ആരാധിതം വിവിധമർത്യഗണൈരുദാരം പാരംഭിഷക്വരമനന്തഗുണൈ സഭേദം കാരുണ്യപൂർണഹൃദയം പ്രഥിതാസ്തവൈദ്യം നാരായണഗുരും സതതം നമാമി. ദിവസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. എന്നെ സംബന്ധിച്ച് 10-12 വയസ്സില് ഞാൻ മടക്കി തന്നതാണ്. ഇതൊന്നും പിടിക്കാനായിട്ട് സംസ്കൃതം പിടിക്കാൻ അതാണ് ആദ്യം ഉണ്ടായത്. ഞാൻ ഇതിപ്പോൾ ഒരു 12 വയസ്സായിട്ടുള്ളൂ. എനിക്ക് ഒരു 17 വയസ്സായിട്ടും അവിടുന്ന് വൈദ്യം പിടിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ. സാഗരതയെ ഞാൻ 2 പേരെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. ആദ്യം തന്നെ കാവ്യങ്ങളൊക്കെ ഓരോന്നും പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് ആ സന്ദർഭം കഴിഞ്ഞിട്ട് അഷ്ടാംഗഹൃദയം, അത് സംസ്കൃതത്തിലാവുകൊണ്ട് സംസ്കൃതം പഠിക്കാനായിട്ടുള്ള കുറച്ച് സംസ്കൃതം പഠിക്കാൻ തുടങ്ങാനാണ് ഈ കാവ്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആരംഭത്തിൽ. അങ്ങനെ അതൊക്കെ പഠിച്ച് ഓരോ പ്രകടനങ്ങൾ കഴിയുമ്പോഴും അവിടുത്തെ ആദ്യം തന്നെ വലിയ തിരുമനസിലാണ് വിദ്യാരംഭം ഉണ്ടായത്. അഷ്ടാംഗഹൃദയത്തിൻ്റെ അവിടത്തേക്ക് അന്ന് സമയമില്ല. ചെറിയ തിരുമനസിൽ നാരായണൻ്റെ പേരി ഈ പിന്നെ പല ഭാഗത്തും ഈ ശാഖകളുണ്ടല്ലോ, ബ്രാഞ്ചുകൾ, അതൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ വലിയ തിരുമേനിക്കുള്ള സമയമില്ല. ഞങ്ങളെ ആരംഭിച്ചത് വലിയ തിരുമനസിൽ നിന്നാണ്. പിന്നെ ചെറിയ തിരുമനസിൽ നിന്നാണ് അഷ്ടാംഗഹൃദയം മുഴുവനാക്കിയത്. അത് ഒരു പ്രകടനം കഴിഞ്ഞ് 10-20 ശ്ലോകങ്ങളുണ്ടാവും. അത് മുഴുവൻ പിറ്റേ ദിവസം പ്രതിഷ്ഠാക്കി കാണാതെ തരണം. അങ്ങനെയായിരുന്നു അന്നത്തെ ചിട്ട. അതൊക്കെ വേണ്ട പോലെ ഞങ്ങൾ ചെയ്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചെറിയ തിരുമനസിൽ നിന്നും അമ്പലത്തിൽ കഴിഞ്ഞിട്ട് ഒരു വല്ല ഭജന ഉണ്ടായി. ആ ഭജന കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞങ്ങൾ അഷ്ടാംഗഹൃദയം പിടിപ്പിക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം കൊടുത്ത വിവാഹം, അതിനുശേഷം വലിയ ഉദുപത്നിയുടെ വലിയ തിരുമനസിലെ പത്തിയുടെ മരണം, ആശാൻ രാമവാരുടെ മരണം, അതുപോലെ തിരുമനസിലെ മരണം ഇതൊക്കെയായി. അപ്പം അങ്ങനെ എന്നെ 10-22 വയസ്സ് സമയത്ത്, അപ്പം ആ സമയത്തിന് മുമ്പായിട്ട് പരിചയിക്കാറുള്ളത് വലിയ തിരുമനസിലെടുത്ത് ഞാൻ രാജ്യങ്ങളൊക്കെ ചെറിയ തിരുമനസിലെ നാരായണ തിരുമേനയുടെ കൂടെ ഞാൻ എഴുതാനായിട്ട് സഹായിച്ച് പോയിട്ടായിട്ടുണ്ട്. ഞാനെ കൂടെ അതുപോലെ ഇറങ്ങിയിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബഹുരക അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കാലം പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം അന്ന് പരിഹരിക്കാന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിമുട്ടാണ്. കഷായ കുട്ടികളിലായിട്ടില്ല. എല്ലാ വിഷയങ്ങളും നമ്മൾ പറയണത് സഹോദര ആ വിചാരിയാതി കഷായം എടുത്തു. വലിയ തിരുമനസുകൾ വിചാരിയാതി കഷായത്തിൻ്റെ മരുന്നുകളൊക്കെ കിട്ടണം. 20 കൂടം വരുന്നുണ്ട്. അങ്ങനെയാണ് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായം. ഇന്നതൊക്കെ പോയി പേരും കുട്ടി കഷായം ആയില്ലോ. അത് വള്ളി കൂലി സ്ഥലത്ത് തെറ്റാതികളുടെ എഴുതുന്ന വലിയ ചീത്ത പറയും. അങ്ങനെയാണ് ചീത്ത പറയുന്നത്. നല്ലതാണോ? അവർക്കല്ല. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കഥ. എല്ലാം ഇങ്ങനെ സ്റ്റെച്ച് എഴുതി കൊടുക്കണം. അതിന് ശേഷമാണ് പിന്നീട് ആയുർവേദത്തിൻ്റെ കുട്ടി കഷായമായിട്ട് കൊടുത്തത്. അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഡോക്ടർമാർക്ക് പേരെഴുതുക എന്ന സമയത്ത് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇത് പഴയ ശാസ്ത്രഭാഗങ്ങൾ ഇങ്ങനെ കഷായ യോഗങ്ങളും മറ്റും എപ്പോൾ പറഞ്ഞാലും പ്രതിഷ്ഠ മറക്കില്ല. അത്രയും ദൃഢമായിട്ട് പഠിച്ചിരുന്നു വന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെ 10-22 വയസ്സിൽ ഞാൻ വൈദ്യശാലയിൽ പ്രവേശിച്ചു. പ്രൊഡക്ഷൻ ഔഷധ നിർമ്മാണ മേഖലയിലാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. 50 കാലമായി. അത് കഴിഞ്ഞ് കുറച്ച് കാലം നഴ്സിംഗ് ഹോമിലും, അന്നത്തെ നഴ്സിംഗ് ഹോം ഇന്നത്തെ വൈദ്യരുടെ പരിസരത്തുള്ളതാണ്, ഇതല്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എൻ്റെ പ്രൊഡക്റ്റ് ഇത്രയും കാലമായി. അതിനുശേഷം പ്രൊഡക്ഷനിൽ നിന്ന് മാറ്റി AGM ആക്കി QC-യുടെ. അതിനുശേഷം ഇപ്പോഴും ഞാനവിടെ തന്നെ വൈദ്യശാലയുടെ പോകുന്നുണ്ട്. 65 വയസ്സ് കഴിഞ്ഞു.
എനിക്കാണ്. അവിടുത്തെ പോലെ ഇത്രയും ഒരു കാരുണ്യവാനായിട്ട് ദയാമാനുഷിയായിട്ട് ആശ്രിതവത്സനായിട്ടുള്ള ആളെ കാണാൻ പ്രയാസമാണ്. ഇതുപോലെ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ആ രാമായണത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ആ സാഗരോപമല്ലോ. രാമരാവണയോരിവ ഗഗനം ഗഗനാകാരം സാഗര സാഗരോപമ രാമരാവണയോരിയുദ്ധം രാമരാവണയോരിവ. ആകാശം പോലെ തന്നെ പറയുന്നത് വെള്ളം പോലെ പറ്റില്ല. അതുപോലെ തന്നെയാണ് സാഗര സാഗരോപമ. സമുദ്രം എന്തുപോലെയാണ്? സമുദ്രം പോലെ തന്നെ അല്ല പറയാൻ പറ്റുള്ളൂ. അതുപോലെ അവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുന്ന് മാത്രമേ കിട്ടൂ. അതാണ് അതിൻ്റെ. അതിലും ഉപരിയായിട്ട് വേറൊരാളില്ല എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അത്രയ്ക്ക് എനിക്ക് പല ഘട്ടത്തിലും ആപൽഘട്ടത്തിലും പല ഘട്ടത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട് അവിടുന്ന്. ശരിക്ക് ഞാനായി ഇവിടെ നിൽക്കുന്നത് അവിടുന്ന് കാരണമാണ്. ജനിതാതോപനേതാത യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാത ഭയത്രാത പച്ചയിലേക്ക് ധനസ്തുതാത. 5 തരത്തിലുള്ള പിതാക്കൾ അച്ഛന്മാരുണ്ടെന്നാണ് ശരിക്ക് സമാന്മാരായിട്ടുള്ള ആള്. ജനിതാവ് ശ്രദ്ധാച്ഛൻ, ഉപനേതാവ് ഉപനയിച്ചിട്ടുള്ള അച്ഛൻ. എൻ്റെ അച്ഛൻ വൈദ്യനായിരുന്നു, പ്രായം വെച്ചു വൈദ്യനായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ അച്ഛനായിരുന്നു. പിന്നെ അവിടെ പോയി വേറെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിക്കാണ്ട് എനിക്കറിയില്ല. എനിക്ക് 1.5 വയസ്സാണ് അച്ഛൻ മരിക്കുമ്പോൾ. യസ്തു വിദ്യാം പ്രയച്ഛതി. വിദ്യാദാതാവ് ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ്. അന്നദാതാവ് ഭക്ഷണം കൊടുത്താണ്, അതും അങ്ങനെ തന്നെയാണ്. അന്നദാതാവ് രക്ഷിക്കണാവ്. ഭയത്രാതാവ് ശക്തിയായിട്ട് ഭയം വന്നാൽ രക്ഷിക്കണാവ്. ഇതൊക്കെ അവിടുന്ന് ഈ 3 തരത്തിലും അവിടുന്ന് എന്നെ സംബന്ധിച്ചോളം അച്ഛൻ തന്നെയാണ്. പിതൃതുല്യൻ തന്നെയാണ്, ഈശ്വരതുല്യനാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂട്ടത്തില്ല. എനിക്കങ്ങനെയാണ് അനുഭവം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പലരും ഇത്ര ഗുണങ്ങളുള്ള ഒരാളെ വേറെ കാണാൻ സാധിക്കില്ല. എന്താ ആവശ്യത്തിന് എന്നാലും അവിടുന്ന് അത് തള്ളി കഴിയില്ല. എന്തായാലും വേണ്ടില്ല, സാമ്പത്തികമായാലും വേണ്ടില്ല, വേറെ ഏതെങ്കിലും സഹായങ്ങളായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അത് തിരസ്കരിക്കില്ല. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. എനിക്ക് ഈശ്വരതുല്യനായിട്ടുള്ള പിതൃതുല്യനായിട്ടുള്ള പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഈശ്വരനായിരുന്നു അവിടുത്തെ വിസ്മരിക്കാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ കാലത്ത് വന്നപ്പോൾ 86 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര കാലം നിന്നറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നോടൊപ്പം കാലം അവിടുത്തെ സ്മരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. ഞാൻ ഉണ്ടായിട്ട് ഇതേവരെ എൻ്റെ അഭിവൃദ്ധിക്കൊക്കെ കാരണം അവിടുന്നാണ്. അപ്പോൾ അവിടുന്ന് ദിവഗതനായി വൃത്തി ചെലവില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഗുരുവൃത്തിയെ ചെന്ന് കണ്ട് കിടക്ക് നമസ്കരിക്കും. അതല്ലാതെ കൊടുത്തിട്ടില്ലോ. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കൃപ കൊണ്ട് ദയ കൊണ്ടും മറ്റും ഇത്രയും സമനായിട്ട് വേറെ ആളില്ല. അങ്ങനെയുള്ള ആളായിരുന്നു. അവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനവധിയുണ്ട്. സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പൂജ്യപാതനായിരിക്കുന്ന നാരായണന്റെ മനസ്സിലെ അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു.